നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹി ജന്തർ മന്തറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്കിടയിലുണ്ടായ അക്രമ സംഭവങ്ങൾക്കും വാക്പോരുകൾക്കും പിന്നാലെ വാർത്തകൾ നിറയുകയാണ് CRPF അസിസ്റ്റന്റ് കമാൻഡന്റ് സോണിയ സെഹ്റാവത്ത്. ഡ്യൂട്ടിക്കിടെ കൈക്ക് പരിക്കേറ്റ ഉദ്യോഗസ്ഥ എന്ന നിലയിലും അതിനു പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പിന്റെ പേരിൽ ഉയർന്ന വിവാദങ്ങളിലൂടെയുമാണ് സോണിയ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും പ്രധാന ചർച്ചാ വിഷയമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജന്തർ മന്തറിൽ നടന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ സോണിയ സെഹ്റാവത്തിന്റെ കൈക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ഫ്രാക്ചർ സംഭവിക്കുകയും ചെയ്തിരുന്നു. പോലീസും പ്രക്ഷോഭകരും നേർക്കുനേർ ജന്തർ മന്തറിലെ സംഘർഷത്തിൽ സോണിയ സെഹ്റാവത്ത് ഉൾപ്പെടെ 100-ലധികം പോലീസ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരുന്നു. സമാധാനപരമായി പിരിഞ്ഞു പോകാൻ സമരക്കാരോട് പലതവണ അഭ്യർത്ഥിച്ചെങ്കിലും പോലീസിന് നേരെ കല്ലേറും ആക്രമണവും ഉണ്ടാവുകയായിരുന്നുവെന്നും സോണിയ മാധ്യമ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കി. എന്നാൽ ഇതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ ഇവർ പങ്കുവച്ച ചില പോസ്റ്റുകൾ പ്രക്ഷോഭകരെയും സോഷ്യൽ മീഡിയയും പ്രകോപിപ്പിച്ചു. സ്വയം തിരുത്താൻ സാധിക്കാത്തവരാണ് രാജ്യം നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള ഇവരുടെ പരാമർശങ്ങൾ പോലീസ് പ്രോട്ടോകോളിലും പെരുമാറ്റച്ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന് ആരോപിച്ച് വലിയ വിമർശനമാണ് ഉയർന്നത്. ഉദ്യോഗസ്ഥയ്ക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. പ്രതിഷേധം കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം സോണിയയുടെ അക്കൗണ്ടിൽ നിന്നുള്ള ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുടെ സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങി. ചത്ത ഒരു പാറ്റയുടെ ചിത്രത്തോടൊപ്പം സ്വന്തം കാര്യം പോലും നേരെയാക്കാൻ കഴിയാത്തവരാണ് രാജ്യം നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന അടിക്കുറിപ്പാണ് പോസ്റ്റിലുണ്ടായിരുന്നത്. പിന്നീട് ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ഇനി ആരാണ് സോണിയ സെഹ്റാവത്ത്? റിസർവ് പോലീസ് ഫോഴ്സിന്റെ ഭാഗമായ RAFലെ അസിസ്റ്റന്റ് കമാൻഡന്റായ സോണിയ സെഹ്റാവത്ത് ജൂലൈ 20-ന് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ സൻസദ് ചലോ മാർച്ചിനിടയിലാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. അനാവശ്യമായി പോലീസ് ക്രൂരത കാട്ടിയെന്ന ആരോപണത്തെ തുടർന്ന് ഈ പ്രതിഷേധം ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിലാണ്. പ്രതിഷേധത്തിന്റെ പിറ്റേന്ന് സോണിയയുടെ അക്കൗണ്ടിൽ നിന്ന് പങ്കുവച്ചതെന്ന് കരുതപ്പെടുന്ന ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി വൈറലാവുകയും CJPയും പ്രതിപക്ഷ നേതാക്കളും അതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുകയുമായിരുന്നു. CRPFന്റെ ക്രമസമാധാന പാലനത്തിനും കലാപ പ്രതിരോധത്തിനുമുള്ള പ്രത്യേക വിഭാഗമായ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ അസിസ്റ്റന്റ് കമാൻഡന്റായി സേവനമനുഷ്ഠിക്കുകയാണ് സോണിയ സെഹ്റാവത്ത്. ഔദ്യോഗിക ജീവിതത്തിന് പുറമെ സോഷ്യൽ മീഡിയയിലും സോണിയ സജീവമാണ്. ഇൻസ്റ്റഗ്രാമിൽ 6.2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള സോണിയ ഡാൻസ് വീഡിയോകൾ, ഫിറ്റ്നസ് വിശേഷങ്ങൾ, ട്രെൻഡിംഗ് റീലുകൾ, യൂണിഫോമിലുള്ള ചിത്രങ്ങൾ എന്നിവ പങ്കുവയ്ക്കാറുണ്ട്. വിൽ ലൈഫ് ലൈക്ക് എ വാരിയർ പോഡ്കാസ്റ്റിൽ നൽകിയ അഭിമുഖത്തിൽ പെൺകുട്ടികൾക്ക് നിയന്ത്രണങ്ങളുള്ള ഹരിയാനയിലെ ഒരു പരമ്പരാഗത അന്തരീക്ഷത്തിലാണ് താൻ വളർന്നതെന്നും സോണിയ പറയുകയുണ്ടായി. ഇത്തരം തടസ്സങ്ങളെ അതിജീവിച്ചാണ് എതിർപ്പുകളെ മറികടന്ന് യൂണിഫോം അണിയുക എന്ന സ്വപ്നത്തിലേക്ക് താൻ എത്തിയതെന്നും അവർ വ്യക്തമാക്കി. നാഷണൽ കേഡറ്റ് കോർപ്സ് അംഗമായതാണ് തന്റെ ജീവിതത്തിലെ വഴിത്തിരിവായതെന്നും സോണിയ പറയുന്നു. NCC നൽകിയ അച്ചടക്കവും നേതൃപാഠവും സൈനിക പരിശീലനവും ലക്ഷ്യബോധം വർദ്ധിപ്പിച്ചു. തുടർന്ന് UPSCയുടെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് പരീക്ഷ പാസ്സായി അവർ CRPFൽ ചേരുകയായിരുന്നു. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോട് കൃത്യമായ അച്ചടക്കവും കായിക ക്ഷമതയും പുലർത്താൻ അവർ നിർദ്ദേശിക്കുന്നു. പരിശീലനത്തിനിടെ ഗുരുതരമായി പരിക്കേൽക്കുകയും 52 തുന്നലുകൾ ഇടേണ്ടി വരികയും ചെയ്ത സംഭവം അഭിമുഖത്തിൽ അവർ അനുസ്മരിച്ചു. എന്നാൽ അതിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടി പരിശീലനം പൂർത്തിയാക്കാൻ സാധിച്ചതും ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവായി അവർ കാണുന്നു. ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള സംഘർഷ മേഖലകളിൽ സേവനമനുഷ്ഠിച്ച അനുഭവങ്ങൾ തന്റെ നേതൃപാടവത്തെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജോലി ചെയ്യാനുള്ള കഴിവിനെയും വർദ്ധിപ്പിച്ചുവെന്നും സോണിയ വ്യക്തമാക്കി. ഡൽഹി ജന്തർ മന്തറിൽ നടന്ന മാർച്ചിനിടെ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജും കണ്ണീർവാതകവും പ്രയോഗിച്ചതും വലിയ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ഈ സംഘർഷത്തിനിടയിലാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന RAF ഉദ്യോഗസ്ഥ സോണിയ സെഹ്റാവത്തിന് പരിക്കേറ്റത്. സംഭവത്തിൽ 118ഓളം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുരോഗമിക്കുന്നതായും ഡൽഹി പോലീസ് അറിയിച്ചു. പ്രതിഷേധത്തിനിടെ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പോലീസിന്റെ അമിത അധികാര പ്രയോഗത്തെക്കുറിച്ചും സോണിയയോട് നേരിട്ട് സംസാരിച്ചിരുന്നു. പോലീസ് കാണിക്കുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള ക്രൂരതയാണോ എന്ന് വാഹനം തടഞ്ഞു നിർത്തി ദീപ്കെ ചോദിച്ചു. പോലീസിന്റെ നടപടിയെ വിമർശിച്ചെങ്കിലും തന്റെ പരാതികൾ ക്ഷമയോടെ കേട്ട
ഏക പോലീസ് ഉദ്യോഗസ്ഥ സോണിയയാണെന്ന് ദീപ്ക അവരെ പ്രശംസിക്കുകയും ചെയ്തു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമായി തുടരുന്നതിനെ സമരം ചെയ്യുന്ന CJP പ്രതിനിധികളോട് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. 24 മണിക്കൂറിനിടെ 4 തവണ വിദ്യാർത്ഥി പ്രതിനിധികളെ ചർച്ചയ്ക്ക് സമീപിച്ചെന്നും എപ്പോൾ വേണമെങ്കിലും എത്ര സമയവും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ അവരുടെ പ്രതിനിധികളുമായി ചർച്ചകൾക്ക് സർക്കാർ 4 തവണ സമീപിച്ചിട്ടുണ്ട്. എല്ലാ യുവ സുഹൃത്തുക്കളുമായി സർക്കാർ ചർച്ചകൾക്ക് തയ്യാറാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എല്ലാ വിഷയങ്ങളും ചർച്ചകൾക്ക് തയ്യാറാണ്. സർക്കാരിന് യാതൊരു മുൻവിധികളുമില്ലെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള സഹമന്ത്രി കൂടിയായ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. തങ്ങൾക്ക് ഇക്കാര്യത്തിൽ അഭിമാന പ്രശ്നമില്ലെന്നും താനും ആരോഗ്യമന്ത്രി JP നദ്ദയും ചർച്ചയിൽ സർക്കാരിനെ പ്രതിനിധീകരിക്കുമെന്നും ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ചർച്ചകൾക്കായി ഒരു സൗകര്യപ്രദമായ അന്തരീക്ഷം ഉറപ്പാക്കാൻ നിർദ്ദിഷ്ട യോഗ സ്ഥലം തിരഞ്ഞെടുക്കാൻ കേന്ദ്രമന്ത്രി പ്രതിഷേധക്കാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. നദ്ദയുടെ ഓഫീസിലോ വസതിയിലോ ചർച്ചകൾ നടത്താം. വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായി സർക്കാർ സ്വീകരിക്കുന്ന നിരന്തരമായ നടപടികളുടെ ഭാഗമാണിത്. വിനയപൂർവ്വം നിങ്ങൾ എല്ലാവരെയും വന്ന് ചർച്ചകളിൽ പങ്കെടുക്കാൻ താൻ അഭ്യർത്ഥിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പേപ്പർ ചോർച്ച കേസുകളുമായി അതിവേഗ കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ തീരുമാനം സംബന്ധിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഏതായാലും ഇപ്പോഴും അവിടെ പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതിഷേധമാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള അജണ്ട നടപ്പിലാക്കാൻ വന്നിട്ടുള്ള പ്രക്ഷോഭകരാണോ എന്നുള്ള സംശയം ഉണ്ട്. കാരണം അത്രയേറെ വയലൻസ് ആണ് ആ ഭാഗങ്ങളിൽ ഉയർന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്.